ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് മറ്റ് സബ്ജക്റ്റുകളേക്കാൾ കൂടുതലുമാണ്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ ചാനലിലൂടെ ഞങ്ങൾ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് കവർ ചെയ്തതിന് ശേഷം മറ്റ് സബ്ജക്റ്റുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇൻട്രോ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിനെ മെയിനായിട്ട് 4ആയി തിരിച്ചിരിക്കുന്നുണ്ട്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, പിന്നെ ഫോറസ്റ്റ് റിലേറ്റഡ് ആക്ട്, അതിനുശേഷം ഒരു 2 മാർക്കിന് IT ആക്റ്റും. ഓക്കെ, അപ്പോൾ ഈ ഫോറസ്റ്റ് എന്നുള്ള ഈ ടോപ്പിക്കിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡിനെ പറ്റിയാണ്. വെസ്റ്റേൺ ഗാർഡിനെ പറ്റി 2024-ലും 2023-ലും ഒക്കെ നടന്ന എക്സാമിൽ 2 ക്വസ്റ്റ്യൻ വീതം അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ വീതം കണ്ടിന്യൂസ് ആയി ചോദിച്ചിട്ടുണ്ട്. സോ ഇനി നടക്കാൻ പോകുന്ന എക്സാമിൽ നമുക്ക് വെസ്റ്റേൺ ഗാർഡിനെ പറ്റി എന്തായാലും ഒരു 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് 2024-ലും 2023-ലും വെസ്റ്റേൺ ഗാർഡിനെ പറ്റി ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെസ്റ്റേൺ ഗാർഡിലെ സ്പീഷീസിനെ പറ്റി, ട്രീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഗാർഡ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എൻഡമിക് സ്പീഷീസ്, വെസ്റ്റേൺ ഗാർഡിൻ്റെ എൻഡമിക് സ്പീഷീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഗാർഡ് എന്താണ്, ബയോസ്ഫിയർ റിസർവ് ആണോ, വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ആണോ, അങ്ങനെയൊക്കെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം ഞങ്ങൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. വെസ്റ്റേൺ ഗാർഡ്സ് എന്താ എഴുതിയിരിക്കുന്നത്? എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. എന്താ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്? അതായത് എർത്തിലെ മോസ്റ്റ് ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള റീജിയൻ, ഹൈ എൻഡമിസം കാണിക്കുന്ന റീജിയൻ, ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉള്ള റീജിയൻ, എന്നാൽ അതേപോലെ തന്നെ ത്രെട്ടും കൂടി അനുഭവപ്പെടുന്ന ഒരു റീജിയൻ. അതായത് നമ്മുടെ ഹ്യൂമൻ എൻക്രോച്ച്മെന്റ് കൊണ്ടോ പൊല്യൂഷൻ കൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ത്രെട്ടും കൂടി അനുഭവിക്കുന്ന റീജിയൻ. ഇങ്ങനെയുള്ള റീജിയനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്ത് 36 റെക്കഗ്നൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഈ റെക്കഗ്നീഷൻ കൊടുക്കുന്ന ആരാ? കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 36 റെക്കഗ്നൈസ്ഡ് ഹോട്ട്സ്പോട്ടുകളിൽ 4 ഇന്ത്യയിലാണ്. എന്താ ഇവിടെ ഈ മാപ്പിലേക്ക് നോക്കൂ, 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്നെന്താ, നമ്മുടെ ഹിമാലയൻ റീജിയൻ. നിങ്ങൾക്കറിയാം, അത് ഭയങ്കര എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയനാണ്. അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. അതേപോലെ ഇന്തോ ബർമ റീജിയൻ, നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഭാഗം നോക്കുക. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും പിന്നെ കുറച്ച് സൗത്ത് ഈസ്റ്റ് നാഷൻസ് എല്ലാം കൂടി ചേരുന്ന ഭാഗമാണ് ഇന്തോ ബർമ റീജിയൻ. പിന്നെ സുണ്ടാലാൻഡ്, നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളൊക്കെ പെടുന്ന ഭാഗമാണ് സുണ്ടാലാൻഡ്. പിന്നെയുള്ളതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്. ഇങ്ങനെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഞാനിവിടെ 4 പോയിന്റ് പറഞ്ഞു. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണെന്ന് പറഞ്ഞു. ലോകത്ത് 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ റെക്കഗ്നീഷൻ കൊടുക്കുന്നത് കൺസർവേഷൻ ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ ഇന്ത്യയിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഹിമാലയൻസ്, ഇന്തോ ബർമ, സുണ്ടാലാൻഡ്, വെസ്റ്റേൺ ഗാർഡ്സ്. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്, ഇതിനെ നമ്മൾ പശ്ചിമഘട്ടം എന്ന് വിളിക്കും. നോർത്തിലാണെങ്കിൽ ഇതിനെ സഹ്യാദ്രി എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ സഹ്യപർവ്വതം എന്നും വിളിക്കാറുണ്ട്. സഹ്യൻ്റെ മാറിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, കഥകളും കവിതകളൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഈ മാപ്പിലോട്ട് നോക്കുക. അതായത് ഇത് നമ്മുടെ ഈ ഒരു ഭാഗം പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗമാണ്. ഈ പെനിൻസുലാർ ഇന്ത്യയുടെ ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം നമ്മുടെ താപ്തി റിവറിൻ്റെ സൗത്തിൽ നിന്ന് ആരംഭിച്ച് സത്പുര റേഞ്ചസിൻ്റെ സൗത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലൂടെ കടന്നുപോയി കന്യാകുമാരി വരെ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന 1600 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു സ്ട്രെച്ച്, അതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മെയിനായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ വെസ്റ്റേൺ ഗാർഡ്സ് കടന്നു പോകുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരാറ്. അപ്പോൾ നിങ്ങളിവിടെ നോക്ക്, വെസ്റ്റേൺ ഗാർഡ്സ് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ചു. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്ര വഴി വന്ന് ഗോവ, കർണാടക, കേരള, അതേപോലെ തമിഴ്നാടിൻ്റെ ഏറ്റവും എൻഡിലെ കന്യാകുമാരിയിൽ ഇത് അവസാനിക്കും. അപ്പോൾ എത്ര സ്റ്റേറ്റുകളായി?
ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. 6 സ്റ്റേറ്റ്സുകൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് സ്ട്രെച്ചസ് ഓവർ 6 സ്റ്റേറ്റ്സ്. ഇനി ഇത് മറന്നു പോകാൻ പാടില്ല, കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യം വരാറുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെസ്റ്റേൺ ഗാട്സിൻ്റെ ജിയോളജി ഒന്ന് നോക്കാം. വെസ്റ്റേൺ ഗാട്സ് ഒരു ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ആണ്. എന്താ ബ്ലോക്ക് മൗണ്ടെയ്ൻസ്? എങ്ങനെ ഒരു ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നത്? ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഫോൾട്ട്, ഒരു വിള്ളൽ ഉണ്ടാവുന്ന വിവരിക്കുക. ഈ വിള്ളൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭാഗം താഴ്ന്നു പോവുകയും മറ്റൊരു ഭാഗം ഉയർന്നു വരികയും ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്ന മൗണ്ടെയ്ൻസിനെയാണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹിമാലയസ് എന്താ? ഹിമാലയസ് ഫോൾഡ് മൗണ്ടെയ്നാണ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2 പ്ലേറ്റുകൾ, ഇപ്പോൾ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് 2 ഫലകങ്ങൾ വിചാരിക്കുക, അത് തമ്മിൽ കൂടിച്ചേർന്ന് ഉയർന്നതാണ് ഹിമാലയൻ. അതൊരു ഫോൾഡ് മൗണ്ടെയ്ൻ ആണ്. എന്നാൽ വെസ്റ്റേൺ ഗാട്സ് ഒരു ബ്ലോക്ക് മൗണ്ടെയ്ൻ ആണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ വെസ്റ്റേൺ ഗാട്സിനെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ മൗണ്ടെയ്ൻസ് ഓഫ് വെസ്റ്റേൺ ഗാട്സ് ആർ നോട്ട് ട്രൂ മൗണ്ടെയ്ൻസ്. ഈ വെസ്റ്റേൺ ഗാട്സിന്റെ മൗണ്ടെയ്ൻസിനെ ട്രൂ മൗണ്ടെയ്ൻസ് എന്ന് പറയാറില്ല. ഇതിന് വേറെ എന്താ പറയാറ്? ദ ഗ്രേറ്റ് എസ്കാർപ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. ഓക്കെ, എസ്കാർപ്മെന്റ് എന്ന് പറയാൻ കാരണം വെസ്റ്റേൺ ഗാട്സിന്റെ ഈ വെസ്റ്റേൺ എഡ്ജ്, അതായത് അറേബ്യൻ സീയുടെ ഈ ഭാഗത്തോട്ടുള്ള ഈ എഡ്ജ് സ്റ്റീപ്പാണ്. ഇതൊരു ക്ലിഫാണ്. നമ്മളെ വർക്കല ക്ലിഫ് എന്നെല്ലാം പറയുന്ന ഒരു ക്ലിഫ് ലൈക്ക് സ്ട്രക്ചറാണ്. നമ്മുടെ ഈ ഭാഗത്തോട്ട് ഭയങ്കര സ്റ്റീപ്പും എന്നാൽ അതിൻ്റെ ഈസ്റ്റേൺ എഡ്ജ് സ്റ്റീപ്പ് ഭയങ്കര കുറവുമാണ്. ഇതുകൊണ്ടാണ് ഇതിനെ എസ്കാർപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു വെസ്റ്റേൺ ഗാട്സ് ഒരു ബ്ലോക്ക് മൗണ്ടെയ്ൻ ആണെന്ന് പഠിച്ചു. ഹിമാലയൻസ് ഒരു ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണെന്ന് പഠിച്ചു. ഇതിനെ ഗ്രേറ്റ് എസ്കാർപ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ടെന്ന് പഠിച്ചു. എസ്കാർപ്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ ഗാട്സ് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണെന്ന് പറഞ്ഞു. അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ വെസ്റ്റേൺ ഗാട്സ് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യുനെസ്കോനെ പറ്റിയും കൂടി ഓർത്തിരിക്കുക. യുനെസ്കോ ഫോം ചെയ്തത് 1945 1945 നവംബർ 16 യുനെസ്കോയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ വെസ്റ്റേൺ ഗാട്സിൻ്റെ നെയിംസ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. നമ്മൾ സഹ്യപർവ്വതം എന്ന് വിളിക്കും. മഹാരാഷ്ട്രയിൽ ആ നോർത്ത് സൈഡിൽ സഹ്യാദ്രി എന്ന് വിളിക്കും. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ഒരു വെസ്റ്റേൺ ഗാട്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, വെസ്റ്റേൺ ഗാട്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ സ്പീഷീസ് മാത്രമല്ല, ഒരുപാട് മനുഷ്യരും താമസിക്കുന്നുണ്ട്. ഒരുപാട് ട്രൈബൽ സെറ്റിൽമെന്റ് ഈ വെസ്റ്റേൺ ഗാട്സിലുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രൈബൽ സെറ്റിൽമെന്റ്സിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തോട, സോലിക, പണിയ, അടിയ, കുറുമ്പ, ഇങ്ങനെ കുറേ ട്രൈബൽ സെറ്റിൽമെന്റ്സും ഈ വെസ്റ്റേൺ ഗാട്സിൽ ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വെസ്റ്റേൺ ഗാട്സ് നമ്മുടെ ക്ലൈമറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ ജൂലൈ മാസങ്ങളിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം കേരളത്തിലും അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്സിൽ ശക്തമായ മഴ പെയ്യാറുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ തമിഴ്നാട് റീജിയൻസിൽ ആ സമയത്ത് മഴ ഉണ്ടാവാറില്ല. അവിടെ നല്ല ചൂടും അനുഭവപ്പെടാറുണ്ട്. ഇതിന് കാരണം ഈ കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിൽ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ സൈഡിലുള്ള വെസ്റ്റേൺ ഗാട്ട് ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്ത് ഈ മഴമേഘങ്ങൾ, റെയിൻ ലാഡൻ ആയിട്ടുള്ള മൺസൂൺ വിൻഡ്സിനെ തടഞ്ഞു വെക്കും. ഈ തടഞ്ഞു വെക്കുന്ന കാരണം വെസ്റ്റേൺ സ്ലോപ്സിൽ, അതായത് വെസ്റ്റേൺ ഗാട്സിന്റെ വെസ്റ്റേൺ സ്ലോപ്സിൽ ശക്തമായ മഴ പെയ്യും. നമ്മുടെ കേരള സൈഡിൽ ശക്തമായ മഴയുണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ തമിഴ്നാട് ഭാഗം ഒരു മഴനിഴൽ പ്രദേശത്തിന്റെ എഫക്റ്റാണ് അവിടെ ഉണ്ടാവുക. അവിടെ മഴ ഉണ്ടാവുന്നില്ല, അതായത് ഈ മൗണ്ടൈൻ്റെ ലീവാർഡ് സൈഡിൽ. ഓക്കെ, ഇത് നമുക്ക് സ്കൂൾ മുതലേ പഠിക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വെസ്റ്റേൺ ഗാട്സിലെ കുറച്ച് പീക്സിനെ പറ്റി നോക്കാം. ഇത് എല്ലാ പ്രാവശ്യവും ചോദ്യം വരുന്നൊരു ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആനമുടി. ആനമുടി എന്താ? കേരളത്തിലെ ഹയസ്റ്റ് പീക്കാണ്, വെസ്റ്റേൺ ഗാട്സിലെ ഹയസ്റ്റ് പീക്കാണ്. അതേപോലെ തന്നെ പെനിൻസുലാർ ഇന്ത്യയിലെ ഹിമാലയം കഴിഞ്ഞാൽ വരുന്ന ഒരു ഹയസ്റ്റ് പീക്കാണ് ആനമുടി. ഇത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആനമുടി ഓർക്കുമ്പോൾ തന്നെ ആനമുടി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഓർക്കുക. ഇടുക്കിയിൽ മൂന്നാറിനടുത്ത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ആനമുടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ സിനിമയിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മീശപ്പുലി മലയാണ്. മീശപ്പുലി മലയൊക്കെ ട്രക്കിംഗ് എല്ലാം അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൂര്യോദയം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മീശപ്പുലി മല. ആനമുടിയുടെ ടോപ്പ് വരെ ട്രക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, സോ ഹയസ്റ്റ് പീക്ക് ആനമുടിയാന്ന് ഓർത്ത് നോക്കുക. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് മീശപ്പുലിമലയാന്ന് ഓർത്ത് നോക്കുക. അതിന് ഹൈറ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ നിങ്ങൾ ഊട്ടിയിലൊക്കെ പോയാൽ കേട്ടിട്ടുണ്ടാവും ദൊഡ്ഡബെട്ട എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ദൊഡ്ഡബെട്ട നീലഗിരി ഹിൽസിന്റെ ഭാഗമാണ്. ഈ ദൊഡ്ഡബെട്ടയാണ് ഹയസ്റ്റ് പീക്ക് ഇൻ തമിഴ്നാടു, അതേപോലെ തന്നെ തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ആനമുടി എപ്പോഴും ചോദ്യം വരുന്നതാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ ഞാൻ വെസ്റ്റേൺ ഗാട്സിലെ കുറച്ച് ഹിൽ സ്റ്റേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സാധനം തന്നെയാണ്. എല്ലാവരും സ്ഥിരം ടൂർ പോകുന്നതാണ്. ഊട്ടി, നീലഗിരി ഹിൽസിലെ, അതേപോലെ ആനമല ഹിൽസിന്റെ ഭാഗമായിട്ടുള്ള മൂന്നാർ, കൊടൈക്കനാൽ, പളനി ഹിൽസിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ്, വളരെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് വെസ്റ്റേൺ ഗാട്സിലുള്ള. ഓക്കെ, പാസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചുരങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വെസ്റ്റേൺ ഗാട്സിൽ മെയിനായിട്ട് 3 ചുരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നോക്കുക, ഇന്ത്യയുടെ ഈ മാപ്പിലേക്ക് നിങ്ങൾ നോക്കുക. മുകളിൽ, അതായത് മഹാരാഷ്ട്രയുടെ ആ സൈഡിൽ താൽഗഡ്, അതിന് താഴെ ബോർഗഡ്, പിന്നെ താഴെ നമ്മുടെ പാൽഗഡ്. പാൽഗഡ് എന്താ? പാലക്കാട് ചുരം. ഓക്കെ, ഇത് എവിടെയാണെന്നും ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നതും കൂടി ഓർത്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കുക, തല എവിടെയാണ്? ഇപ്പോൾ തല ഇത് ഓർത്ത് നോക്കാൻ നിങ്ങൾ മറ്റേ നമ്മുടെ ചോട്ടാ മുംബൈ സിനിമ ഉണ്ടല്ലോ, ചോട്ടാ മുംബൈ സിനിമയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്താ? തല. അപ്പോൾ തല എവിടെയാ? മുംബൈയിലാണ്. അതായത് താൽഗഡ് വിച്ച് കണക്ട്സ് മുംബൈ നാസിക് ഹൈവേ. ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കുക. അതിൻ്റെ താഴെ ബോർഗട്ട്. ബോർഗട്ടും മഹാരാഷ്ട്രയിലാണ്, താൽഗട്ടും മഹാരാഷ്ട്രയിലാണ്. ബോർഗട്ട് കണക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റൽ ഫോർ മുംബൈ പൂനെ റൂട്ട്. മുംബൈ പൂനെ റൂട്ട് ഭയങ്കര ബോറാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻറ്റ് അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ വരുന്നൊരു മേജർ മൗണ്ടൻ ഒരു പാസസ് ആണ് പാൽഗട്ട്. പാൽഗട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. എവിടുന്ന? പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക്, കേരള തമിഴ്നാടിനെ കണക്ട് ചെയ്യുന്നതാണ്. ഒരു ലോ മൗണ്ടൻ പാസ് ആണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ പാലക്കാട് ഗ്യാപ്പ് പഠിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ NH 544, അതും കൂടി ഓർത്ത് നോക്കുക. അതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ താഴെ ഞാൻ തന്നിട്ടുണ്ട് ചെങ്കോട്ട ഗ്യാപ്പ്. ഇതൊരു കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഗ്യാപ്പാണ്. അതായത് നമ്മുടെ കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന മറ്റൊരു ഗ്യാപ്പാണ്. അതായത് ഇപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ നമ്മുടെ തെങ്കാശിയൊക്കെ പോകുന്ന ആ ഒരു ഗ്യാപ്പാണ് ചെങ്കോട്ട ഗ്യാപ്പ്, ചെങ്കോട്ട. ഓക്കെ, പിന്നെ നമുക്ക് ഓർത്ത് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ആണ് വെസ്റ്റേൺ ഗാട്സിലെ. ഇതും നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് തന്നെയാണ്. വെസ്റ്റേൺ ഗാട്സിന്റെ വെസ്റ്റേൺ സൈഡിൽ എന്തൊക്കെയുള്ളത്? നമ്മുടെ കേരളം, വെസ്റ്റേൺ ഗാട്സിന്റെ വെസ്റ്റേൺ സൈഡിലാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് നദികളെ നിങ്ങൾക്ക് അറിയാലോ, വെസ്റ്റ് ഫ്ലോയിങ്. ഏതൊക്കെയാ? പെരിയാർ, ഭാരതപ്പുഴ. ഇതൊക്കെ എങ്ങനെയാ? വെസ്റ്റേൺ ഗാട്സിന് ഉത്ഭവിച്ച് അറബിക്കടലിൽ, അറേബ്യൻ സീയിലാണ് ഇതൊക്കെ പതിക്കുന്നത്. അപ്പോൾ ഈ റിവേഴ്സൊക്കെ വെസ്റ്റേൺ ഗാട്സിന് ഉത്ഭവിച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. സോ അത് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ആണ് വെസ്റ്റേൺ ഗാട്സിന് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നേത്രാവതി, മാണ്ഡോവി, ഗോവയിലുള്ള ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ വെസ്റ്റേൺ റിവേഴ്സിന്റെ പ്രത്യേകത, വെസ്റ്റ് ഞാൻ പറഞ്ഞു നേരത്തെ, വെസ്റ്റേൺ ഗാട്സിന്റെ വെസ്റ്റ് സൈഡ് ഭയങ്കര സ്റ്റീപ്പാണ്, ലൈക്ക് എ ക്ലിഫ് പോലെയാന്ന് പറഞ്ഞു നേരത്തെ. സോ അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് എല്ലാം എന്താ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. ഓക്കെ, സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആയിരിക്കും, ഫാസ്റ്റ് മൂവിങ്ങും ആയിരിക്കും ഈ ഒരു ഭാഗത്ത്. അത് ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ നദികളിലെ ഡാമൊക്കെ കെട്ടാറുണ്ട്. ഒന്ന് അതിൻ്റെ മൂവിങ് ഭയങ്കര സ്പീഡ് ആയതുകൊണ്ടാണ്. ഈ വെസ്റ്റേൺ സൈഡിലുള്ള ചെരിവ് കൂടുതലായതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് 3 മേജർ റിവറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പെനിൻസുലാർ ഇന്ത്യയിലെ 3 മേജർ വലിയ 3 റിവറുകളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. വെസ്റ്റേൺ ഗാട്സിന്റെ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. ഇത് കുറച്ച് കമ്പാരിറ്റീവ്ലി സ്ലോവർ മൂവിങ് ആണ് നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ. അതേപോലെ തന്നെ ലെങ്തിയർ ആണ്, ലാർജ് റിവേഴ്സ് ആണ്. ഇവ മർജ് ചെയ്ത് ലാർജ് റിവേഴ്സ് ആണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ വെസ്റ്റേൺ ഗാട്സിന് ചോദ്യം വരുന്നൊരു ഭാഗമാണ് എൻഡമിക് സ്പീഷീസ്.
എന്താ ഒരു എൻഡമിക് സ്പീഷീസ് എന്ന് വെച്ചാൽ? അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻഡമിക് സ്പീഷീസ് ആർ ദോസ് ഫൗണ്ട് ഇൻ ജസ്റ്റ് വൺ റീജിയൻ, നോവർ എൽസ് ഇൻ ദ വേൾഡ്. വേറെ എവിടെയും കാണില്ല, ആ ഒരു റീജിയനിൽ മാത്രം കാണപ്പെടുന്ന, ആ ഒരു റീജിയനിൽ മാത്രം എൻഡമിക് ആയിട്ടുള്ള ജീവികളെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ വെസ്റ്റേൺ ഗാർഡ്സിൽ ഒരുപാട് ജീവികൾ 1500ഓളം എൻഡമിക് സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും പലതിനും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻഡമിക് സ്പീഷീസിന്റെ പേര് ഞാനിവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്ത് നോക്കുക. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, സിംഹവാലൻ കുരങ്ങ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഈ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ലയൺ ടൈൽഡ് മക്കാവ്, സിംഹവാലൻ കുരങ്ങ്. ഓക്കെ, പിന്നെയുള്ളതാണ് നീലഗിരി താർ, വരയാട്. നീലഗിരി താർ നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇരവികുളം നാഷണൽ പാർക്കിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇരവികുളം നാഷണൽ പാർക്ക് ഈസ് നീലഗിരി താറിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. സോ അതും ഇതിന്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് നോക്കുക, വരയാട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് പർപ്പിൾ ഫ്രോഗ്. പർപ്പിൾ ഫ്രോഗ് അഥവാ വയൽ തവള. ഇത് കൂടാതെ ചിലപ്പോൾ മലയാളത്തിൽ പാതാളത്തവള എന്നുള്ള പേരിലും ഓപ്ഷൻ വരാറുണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. വയൽ തവള, പാതാളത്തവള, പർപ്പിൾ ഫ്രോഗ്. നമുക്ക് മലയാളത്തിലായിരിക്കും, ക്വസ്റ്റ്യൻ മലയാളത്തിലാണല്ലോ, അപ്പം ചിലപ്പോൾ പാതാളത്തവള എന്നായിരിക്കും ആ പേരുണ്ടാവുക, അത് ഓർത്ത് നോക്കുക. പിന്നെ നമ്മുടെ മലബാർ സിവറ്റ്. മലബാർ സിവറ്റ്, വെരിഗ് എന്നറിയപ്പെടുന്ന ഇതാണ് മലബാർ സിവറ്റ്. ഓക്കെ ഓക്കെ, ഇത്രയും സ്പീഷീസിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അതേപോലെ നീലക്കുറിഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതും ഇതിന്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി, എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ്സ്. നീലക്കുറിഞ്ഞി പഠിക്കുമ്പോൾ തന്നെ അതിന്റെ സയന്റിഫിക് നെയിമും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, സ്ട്രോബിലാൻഡ്രസ് കുന്തിയാന. ഓക്കെ ഓക്കെ, അപ്പോൾ എൻഡമിക് സ്പീഷീസ് നമ്മൾ പഠിച്ചു. അതിന്റെ കൂടെ തന്നെ ഇനി ട്രീസും കൂടി നോക്കാം, ഇതും ചോദ്യം വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീ, അയൺ വുഡ് ട്രീ. ഇതിന് മലയാളത്തിൽ കമ്പകം എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. കമ്പകം എന്നായിരിക്കും നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാവുക. ഇതിന്റെ പേര് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുഡാണ്. ഈ റെയിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ബെർത്ത് ഉണ്ടാക്കാനും ട്രെയിനിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരമാണ് അയൺ വുഡ് ട്രീ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മുമ്പ്, അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൈറ്റ് ഡാമർ അല്ലെങ്കിൽ വൈറ്റ് പൈൻ, വെള്ള പൈൻ എന്നറിയപ്പെടുന്ന ഒരു ട്രീ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുന്തിരിക്കം. അതേപോലെ തന്നെ അശോക ട്രീ, അശോകം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ മഹാഗണി, മലബാർ മഹാഗണി ഓർത്തിരിക്കുക. ചെങ്കുറിഞ്ഞി, ഗ്ലൂട്ട ട്രാവൻ കോറിക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ചെങ്കുറിഞ്ഞി, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സ്പീഷീസിന്റെ സംരക്ഷണാർത്ഥം ഇതിന്റെ പേരിലുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് നമുക്ക് കൊല്ലത്ത്. ചെങ്കുറിഞ്ഞി എന്നുള്ള ഈ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്ത പേരാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, പിന്നെയുള്ളതാ കുടംപുളി, മലബാർ ടാമറിൻഡ്. ഇത് ഓർത്തിരിക്കുക. ഇത്രയും പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇത് ഓപ്ഷൻസിൽ വരുന്നതാണ്, മുമ്പ് വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് കമ്മിറ്റീസ് നോക്കാം. ഇത് നമ്മൾ പലതവണയായിട്ട് കേട്ടിട്ടുണ്ട്, ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി അണ്ടർ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് all of Western Ghats to be declared at ecologically sensitive area ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എല്ലാ ഡെവലപ്മെന്റ് ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വെസ്റ്റേൺ ഗാർഡ്സ് വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ളത്, അവിടുത്തെ എൻക്രോച്ച്മെന്റ് പൂർണ്ണമായിട്ടും നിർത്തണമെന്നായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത്. ഓക്കെ, ഇത് ഗവൺമെന്റ് ഇതിനെപ്പറ്റി പഠിക്കാൻ 2013 അണ്ടർ കസ്തൂരി രംഗൻ ഒരു കമ്മിറ്റി കൂടെ വെച്ചു. അതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് എടുത്തത്. അതായത് പൂർണ്ണമായിട്ടും എടുക്കേണ്ട, ഇൻസ്റ്റെഡ് ഓഫ് ഹോൾ 37% ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സ് ടു ബി ബ്രോട്ട് അണ്ടർ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. ഓക്കെ, അതേപോലെ തന്നെ മൈനിങ്, ക്വാറിങ് കാര്യങ്ങളൊക്കെ നിർത്തണമെന്നും ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഈ 2 കമ്മിറ്റികൾ ഇമ്പോർട്ടൻ്റ് ആണ് വെസ്റ്റേൺ ഗാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ വർഷവും ഓർത്തിരിക്കുക. അതേപോലെ ഞാൻ ഇവിടെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്. ഇത് മാധവ് ഗാഡ്ഗിലിന്റെ ഒരു ബുക്കാണ്. ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചേക്കുക. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, മാധവ് ഗാഡ്ഗിലിന്റെ ബുക്കാണ്. ഓക്കെ, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവസാനം ഇതിന്റെ ഉത്തരങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഇതിന്റെ ഉത്തരം. നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു ചെങ്കുറിഞ്ഞി ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. സാൽ, പൈൻ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല, ഇതൊന്നുമല്ല, ചെങ്കുറിഞ്ഞിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ തന്നെ ഞങ്ങൾ ഉത്തരം കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. താഴെ പറയുന്നവയിൽ
പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു, പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെ. ഏതൊക്കെയാന്ന് പറഞ്ഞ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. ഓക്കെ, ഇതിലില്ലാത്തൊരു ഉത്തരം ഏതാ? ഉത്തർപ്രദേശ്. കടന്നു പോകാത്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത്, എൻഡമിക് സ്പീഷീസ് അല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് നോക്കൂ. പാതാളത്തവള ഞാൻ പറഞ്ഞല്ലോ, പാതാളത്തവള അല്ലെങ്കിൽ വയൽത്തവള ഞാൻ പറഞ്ഞു. പിന്നെ സിംഹവാലൻ കുരങ്ങ് എന്തായാലും ഉണ്ട്, നിങ്ങൾക്കറിയാം, അതും പറഞ്ഞു. വെരുക് പറഞ്ഞല്ലോ, വെരുകും പറഞ്ഞു. ഓക്കെ, വരയാടും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്, കാരണം എല്ലാ ഇതിലുള്ളതാണ്, അല്ലാത്തതൊന്നുമില്ല. ഓക്കെ, ശരി. അടുത്തൊരു ഓപ്ഷൻ നോക്കിക്കോളൂ. പശ്ചിമഘട്ടം ഒരു ഡേഷാണ്. എന്താ? യുനെസ്കോയുടെ എന്താ? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ് പശ്ചിമഘട്ടം. അതും പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.